മലബാർ സഭയുടെ തനിമയും സ്വത്വവും വീണ്ടെടുത്ത അതുല്യ പ്രതിഭ CMI അംഗമായ ഫാദർ പ്ലാസിഡ് ജെ പൊടിപ്പാറ ചരിത്രപരമായ വ്യതിയാനങ്ങൾ കാരണം ഭാഗികമായി നഷ്ടപ്പെട്ട സീറോ മലബാർ സഭയുടെ സ്വത്വം വീണ്ടെടുക്കുവാൻ കഠിനാധ്വാനം ചെയ്ത ഒരു വിശിഷ്ട വൈദിക പണ്ഡിതനായിരുന്നു. 1899 ഒക്ടോബർ 3 കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള ആർപ്പൂക്കരയിൽ ജനിച്ചു. മംഗലാപുരത്തെ സെന്റ് ജോസഫ് സെമിനാരിയിലെ വൈദിക പഠനത്തിന് ശേഷം 1927 ഡിസംബർ 3 വൈദികനായി അഭിഷിക്തനായി. റോമിൽ നിന്ന് ഫിലോസഫി, തിയോളജി, കാനോൻ ലോ എന്നിവയിൽ 3 ഡോക്ടറേറ്റുകൾ നേടിയിട്ടുണ്ട്. 24 വർഷം അദ്ദേഹം കേരളത്തിലെ CMI കോൺഗ്രിഗേഷന്റെ മേജർ സെമിനാരിയിൽ പ്രൊഫസറായി സഭയെ സേവിച്ചു. മാത്രമല്ല സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ എപ്പാർക്കികളിൽ വിവിധ അപ്പസ്തോലിക് പ്രവർത്തനങ്ങളിലും മുഴുകി. പ്രസംഗങ്ങളും റീട്രീറ്റുകളും നൽകി ക്ലാസുകൾ എടുത്തു. സൈദ്ധാന്തികമായ വ്യക്തമായ വിശദീകരണത്തിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഉപദേശത്തിനും ആത്മീയ മാർഗനിർദ്ദേശത്തിനും വേണ്ടി പലരും അദ്ദേഹത്തെ തേടിയെത്തി. സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പുമാരായ മാർ ഇവോനിയോസിന്റെയും മാർ തെയോഫിലോസിന്റെയും കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യത്തിനുള്ള ശ്രമങ്ങളിലും അവരുടെ ആരാധനാക്രമങ്ങൾ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചും കത്തോലിക്ക സിദ്ധാന്തത്തിൽ അവർക്ക് ക്രമമായ നിർദ്ദേശങ്ങൾ നൽകിയും സഹകാരിയായിരുന്നു ഫാദർ പ്ലാസിഡ്. 1930 പുനഃസമാഗമത്തിന് ശേഷവും അദ്ദേഹം അവരെ പല വിധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നു. 1954 വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഫാദർ പ്ലാസിഡിനെ റോമിലേക്ക് വിളിച്ചു. പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ദി പ്രൊപ്പഗണ്ട ഫ്രീഡേ കോളേജിന്റെയും പ്രൊഫസർ ഓറിയന്റൽ ചർച്ചകൾക്കായുള്ള കോൺഗ്രിഗേഷന്റെ കൺസൾട്ടർ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ വിദഗ്ധൻ, ബിരുദ വൈദികർക്കുള്ള കോളേജ് റെക്ടർ തുടങ്ങിയ പദവികളിൽ അദ്ദേഹം സേവനം ചെയ്തു. ഇന്ത്യൻ വിദേശ ഭാഷകളിലായി 37 പുസ്തകങ്ങളും 85ഓളം ലേഖനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1980 ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം 1985 ഏപ്രിൽ 27 നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ടു. അടുത്ത ഒക്ടോബർ 3 അദ്ദേഹത്തിന്റെ 125ാം ജന്മവാർഷികമാണ്. ഫാദർ പ്ലാസിഡ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ സ്വത്വം പുനഃസ്ഥാപിക്കുന്നതിന് പിന്നിലെ പ്രേരക ശക്തിയായിരുന്നു. പൗരസ്ത്യ സഭാ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദികരുടെ പരിശീലനത്തിനും രൂപീകരണത്തിനുമായി കോട്ടയം വടവാതൂരിൽ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി സ്ഥാപിക്കുന്നതിന് പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷൻ സെക്രട്ടറി കർദിനാൾ ടീസൻഡറുമായി സഹകരിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. 1953 തലശ്ശേരി എപ്പിയാർക്കി സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിന്റെ നേട്ടത്തിലെ മറ്റൊരു നാഴികക്കല്ല്. പമ്പയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലുള്ള നിയന്ത്രിത പ്രദേശം 1954 കേരളത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. മുംബൈ, പൂണെ, നാസിക് മേഖലകളിലെ കുടിയേറ്റക്കാർക്കായി 1988 കല്യാൺ എപ്പിയാർക്കി സ്ഥാപിക്കുന്നതിന് വഴികാട്ടിയത് ഫാദർ പ്ലാസിഡ് ആണ്. 1962 മുതൽ സീറോ മലബാർ സഭയെ ഏൽപ്പിച്ച മിഷൻ സഭകളുടെ കാര്യവും ഇത് തന്നെയാണ്. സീറോ മലബാറുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ലാറ്റിൻ സഭകളുടെ സീറോ മലബാർ പ്രവിശ്യകൾ സ്ഥാപിക്കുന്നതിനും ആ സഭയിൽ നിന്ന് ധാരാളം അംഗങ്ങൾ ഉണ്ടാകുന്നതിനും അദ്ദേഹം വാദിച്ചു. ഓറിയന്റൽ സഭകൾക്കായുള്ള കമ്മീഷൻ അംഗമെന്ന നിലയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഫാദർ പ്ലാസിഡ് ഗണ്യമായ സംഭാവനകൾ നൽകി. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര വീക്ഷണം കൗൺസിൽ ഉത്തരവുകളിൽ പ്രകടമാണ്. ആധികാരികമായ സഭാപരമായ അർത്ഥത്തിൽ സാംസ്കാരിക നിരൂപണത്തിന്റെയും ഉറച്ച നായകൻ കൂടിയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സീറോ മലബാർ സഭയുടെ പുരോഗതിയിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ മഹത്തായ വ്യക്തിത്വങ്ങളുടെ വിഭാഗത്തിൽ പ്രഥമനായി യഥാർത്ഥത്തിൽ ഫാദർ പ്ലാസിഡിനെ പരിഗണിക്കാം. അദ്ദേഹം സഭാപിതാക്കന്മാർക്ക് തുല്യനാണെന്ന് പറയാം. അതുല്യ പ്രതിഭയും ദാർശനികനുമായ അദ്ദേഹത്തിന്റെ സഭാപരവും ആരാധനാക്രമപരവുമായ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ നിരവധി വിദ്യാർത്ഥികളുടെ സഭയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അവരിൽ ചിലർ ബിഷപ്പുമാരോ വിവിധ സെമിനാരികളിലെ പ്രൊഫസർമാരോ സഭയുടെ വിവിധ മേഖലകളിലെ സുപ്രധാന ചുമതലകൾ വഹിക്കുന്നവരോ ആണ്. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊന്നും ഇളക്കാനാവാത്ത വിധം സ്ഥിതപ്രജ്ഞന് ആയി നിലകൊള്ളുന്ന നിർമ്മല ചരിതനായ ഫാദർ പ്ലാസിഡ് ജോസഫ് പൊടിപ്പാറ എന്ന ഈ മഹാത്മാവിനെ സീറോ മലബാർ സഭാ മക്കൾ ഒരിക്കലും മറക്കില്ല. സീറോ മലബാർ സഭയുടെ തനിമയും സ്വത്വവും വീണ്ടെടുത്ത വേദപാരംഗതനായി ഫാദർ പ്ലാസിഡിനെ വിളിക്കുന്ന കാലം ഒട്ടും വിദൂരവുമല്ല.